അങ്ങനെ മൂന്നാം മോദി സർക്കാർ ഇന്ന് അധികാരമേൽക്കാൻ പോവുകയാണ്. നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ സുരേഷ് ഗോപി അടക്കം 30 മന്ത്രിമാരുണ്ട്. മോദിയുടെ മൂന്നാം ഊഴം ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ്. ഇനി മണിക്കൂറുകളുടെ ഇടവേള മാത്രം. ചരിത്രത്തിലേക്ക് നരേന്ദ്രമോദിയുടെ കാൽവെപ്പ്. ഇന്ന് വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടെങ്കിലും കാര്യമായ പ്രതിസന്ധിയിലേക്ക് പോകാതെയാണ് ഘടകകക്ഷികളുമായി സമവായത്തിലെത്തിയത്. മോദിക്കൊപ്പം ആദ്യഘട്ടത്തിൽ 30 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. പിന്നീട് മന്ത്രിമാരുടെ എണ്ണം 78 മുതൽ 81 വരെയാക്കി ഉയർത്തിയേക്കും. ആഭ്യന്തരം, പ്രതിരോധം, വിദേശകാര്യം, ധനകാര്യം, ഗതാഗതം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ BJP കൈകാര്യം ചെയ്യും. അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. ക്യാബിനറ്റ് പദവിയോടെ സുരേഷ് ഗോപിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞയിൽ അതിഥികളായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ തലവന്മാരും പങ്കെടുക്കും. TDPക്ക് 3 മന്ത്രിമാരുണ്ടാവും. സ്പീക്കർ പദവി BJP കൈവശം വെക്കും. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ TDP വഴങ്ങും. JDUവിന് ലഭിക്കുന്ന 2 മന്ത്രിമാരിൽ സഞ്ജയ് ദ, ലല്ലൻ സിംഗ് എന്നിവർക്കാണ് സാധ്യത. മറ്റു ഘടകകക്ഷികളിൽ ചിരാഗ് പാസ്വാൻ, ജിതിൻ റാം മഞ്ചി, ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന എന്നിവരും ഒന്നിലധികം മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. അവസാനഘട്ട ഒരുക്കത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയിലാണ് രാഷ്ട്രപതി ഭവനും പരിസരവും. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയിൽ പ്രതിപക്ഷ നേതാക്കൾക്കും ക്ഷണമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷണമുണ്ടെങ്കിലും പങ്കെടുക്കില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഗാന്ധി സ്മാരകത്തിൽ ആദരമർപ്പിച്ച മോദി നിയുക്ത മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതിയിൽ ചായ സൽക്കാരവും നടത്തി. അന്താരാഷ്ട്ര നേതാക്കളെ ഉൾപ്പെടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടും പ്രതിപക്ഷത്തെ അവഗണിക്കുന്നത് ചർച്ചയാകുമ്പോഴാണ് പ്രതിപക്ഷ നേതാക്കൾക്കും ക്ഷണം കിട്ടിയത്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രസിഡന്റുമായ മല്ലികാർജുന ഖർഗെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പാർട്ടി അറിയിച്ചു. ഇന്നലെയാണ് ഖർഗെയ്ക്ക് രാജ്യസഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ക്ഷണം ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് ക്ഷണം ലഭിച്ചില്ല. ക്ഷണം ലഭിച്ചാലും പങ്കെടുക്കില്ല എന്നായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം. ജനാധിപത്യ വിരുദ്ധമായ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കില്ലെന്നാണ് മമതയുടെ നിലപാട്. ഇടത് കക്ഷികളടക്കം ഇന്ത്യ സഖ്യത്തിലെ മിക്ക പാർട്ടികളും പങ്കെടുക്കില്ലെന്നാണ് സൂചന. മുഴുവൻ MP-മാർക്കും മുഖ്യമന്ത്രിമാർക്കും ക്ഷണമുണ്ട്. PB യോഗത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പിണറായി വിജയനും പരിപാടിയിൽ പങ്കെടുക്കില്ല. അതേസമയം ഇന്ന് വൈകിട്ട് 7:15 തുടങ്ങുന്ന ചടങ്ങിനായി എല്ലാ ഒരുക്കങ്ങളും രാഷ്ട്രപതി ഭവനിൽ പൂർത്തിയായി. രാവിലെ രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചാണ് ഇന്നത്തെ ദിനം മോദി തുടങ്ങിയത്. തുടർന്ന് BJPയുടെ ആദ്യ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അന്ത്യവിശ്രമം കൊള്ളുന്ന സദൈവ് അടലിലെത്തി മോദി പുഷ്പാർച്ചന നടത്തി. പിന്നീട് BJP അധ്യക്ഷൻ JP നദ്ദ, രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, 3 സേനാ വിഭാഗങ്ങളുടെയും തലവന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. രാവിലെ 11:30 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ നിയുക്ത മന്ത്രിമാർ പങ്കെടുത്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നതിനാൽ ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാൽ, രജനീകാന്ത് തുടങ്ങിയ വിവിധ സിനിമാ താരങ്ങൾക്കും സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്കും ചടങ്ങിൽ ക്ഷണമുണ്ട്. രുചീഷ് രവീന്ദ്രൻ, ന്യൂസ് മലയാളം, ഡൽഹി.